ഗൈസ് അപ്പോൾ ഞങ്ങൾ ഈ വീട് വിട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ കുറേ നാളായിപ്പോൾ ഈ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ട് കേട്ടോ, സങ്കടവും വിഷമമൊക്കെ ഉണ്ട്. ഇനി ഇപ്പോൾ ഇത്ര ദിവസം ഇവിടെ ഇരുന്നല്ലേ, എത്ര 5-6 മാസം അല്ലേ, 6 മാസം ഇവിടെ ഇരുന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. പക്ഷെ പോകാണ്ടിരിക്കാൻ ഒരു നിവൃത്തിയില്ല. കാരണം നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ഞങ്ങളുടെ സ്വന്തം നേരത്തെ ഉള്ള ഒരു വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വീട്ടിലോട്ടാണ് പോവുകയാണത്. ഗൈസ് അപ്പോൾ ഇത് ശോഭയുടെ വീടാണ്. അപ്പൊ ശോഭന്റെ ഡെലിവറി, നമ്മുടെ കുഞ്ഞുവാവന്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഡെലിവറിയെല്ലാം കഴിഞ്ഞു, കുഞ്ഞുവാവ 3-ാമത്തെ മാസമാണ് ആക്റ്റീവായി. 3-ാമത്തെ മാസത്തില് ഞങ്ങൾ പോവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് പോണു. അപ്പൊ കുഞ്ഞുവാവയ്ക്ക് ഏറ്റവും വലിയ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ അവളുടെ സ്വന്തം വീട്ടിലേക്കാണ് പോണത്. സ്വന്തം വീട് ഇതുവരെ കണ്ടിട്ടില്ല, കാണാൻ വഴിയില്ല, കാരണം കുഞ്ഞു പെണ്ണല്ലേ, ഇവിടെയല്ലേ. പക്ഷെ പോയാൽ എല്ലാവരും ഇങ്ങനെ നോക്കും അല്ലേ, എന്താണ് പുതിയ വീടാണ് ഇങ്ങനെ നോക്കും. പിന്നെ ഓരോ ദിവസം തോറും അവള് കണ്ട് 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 ഇത് നമ്മുടെ വീടാണ്. കുഞ്ഞു പെണ്ണ് സുന്ദരിയായിട്ടുണ്ട്, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് നല്ല സുന്ദരി കുട്ടിയായിട്ടിരിക്കുകയാണ്, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവിടെ പോകുമ്പോൾ അറിയാം അവൾക്ക് എത്രത്തോളം അവിടെ ഇഷ്ടപ്പെടും എന്തോ. ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല അല്ലേ, എല്ലാ സെറ്റിങ്സ് ഉണ്ടല്ലോ അവിടെ. പിന്നെ എൻ്റെ അച്ഛനമ്മനെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഗൈസ് ഒന്നും പേടിക്കണ്ട, ശോഭയുടെ അച്ഛനും അമ്മനെയും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞങ്ങള് അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അച്ഛനമ്മ എൻ്റെ കൂടെ ഉണ്ടാവും, ഇവിടെ വന്നാലും ഇവിടെയും ഉണ്ടാവും. ഇനി കുറച്ച് നാള് അവിടെ ഇരിക്കുക, അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഇവിടെ ഇരിക്കുക, അങ്ങനെ മാറിയിട്ടാണ് ഞങ്ങള് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതെ. അപ്പോൾ ഇറങ്ങാനുള്ള സമയമായിട്ട് നമ്മൾ ഓൾറെഡി എല്ലാ സാധനങ്ങളും ഒരു ട്രിപ്പ് കഴിഞ്ഞു ഓട്ടോയിൽ വിട്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കാറിൽ ഒരു ട്രിപ്പ് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടാക്കിയിട്ടുണ്ട്. ഒരു വാഷിംഗ് മെഷീൻ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉള്ളത് സാധാ വാഷിംഗ് മെഷീൻ ആയിരുന്നു, ഇപ്പോൾ ഫുൾ ഓട്ടോമാറ്റിക് ആയിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ അത് മേടിക്കാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് സമയം ഉണ്ടാവില്ല. വീഡിയോ എടുക്കലും കുഞ്ഞുവാവിൻ്റെ സമയത്തിന് ഫീഡിങ് കൊടുക്കലൊക്കെ കൂടി ആകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് അപ്പുറത്ത് അവിടെ പോയി തൊഴുതിട്ടൊക്കെ തറവാട്ട് ദൈവത്തിന്റെ അവിടെ പോയിട്ട് ഇന്ന് തൊഴുതണം. അപ്പൊ തൊഴുതിട്ട് ഇനി നമുക്ക് അപ്പൊ ഇനിയുള്ള വീഡിയോസ് നമുക്ക് നമ്മുടെ വീട്ടിലായിരിക്കും. അവിടെ പോയിട്ടും കൂടി കുറച്ച് കാണിച്ചു തരാം കേട്ടാ, നമുക്ക് കേറി പോണതൊക്കെ. നമ്മൾ അവിടെ ആകെ പൊടി പിടിച്ച് കിടക്കായിരുന്നു കേട്ടാ. ഇന്നലെ 6 മാസമായില്ലേ, അപ്പൊ ഇന്നലെ ഡീപ് ക്ലീനിങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല വൃത്തിയായിട്ട് കുട്ടി അവിടെ എത്തുമ്പോഴേക്കും പൊടിയും കാര്യങ്ങളൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലീനിങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, കുഞ്ഞുവാവയ്ക്ക് സേഫ് ആണ്. അപ്പൊ നമുക്ക് ഇറങ്ങാം അല്ലേ. അപ്പൊ ഞങ്ങള് ഇറങ്ങാൻ മേമന്മാരൊക്കെ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കും ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറയണം. കുഞ്ഞുവാവ ഉറങ്ങുകയാണ്, എണിക്കും പറഞ്ഞിട്ട് നോക്കിയിരുന്നാണ് മേമന്മാര്. കുഞ്ഞുവാവന്റെ വീട്ടിലേക്ക് പോവാണ് ഗൈസ് അല്ലേ. അപ്പൊ മേമന്മാരെയും കാണാം അല്ലേ. ഓക്കെ. കരയുണ്ടല്ലോ, സന്തോഷക്കരച്ചിലാണ്. ഓ കയ്യിലുണ്ട്. ശരി ശരിട്ടോളെ. ആരാണിത്? സുന്ദരി പെണ്ണ. ആരത് നോക്കട്ടെ. സുന്ദരിക്കുട്ടി. ആരത്? ചിരിക്ക് 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 കുട്ടി ചിരിക്ക്. ഇങ്ങനെ ചിരിക്കൂ ചിരിക്കുമോളെ. ഗായ്സ് അപ്പൊ ഞങ്ങളിപ്പോ നെന്മാറ എത്തിയിരിക്കാണ്. കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് മമ്മി പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞി പെണ്ണ് എണീറ്റു. ആളിപ്പോ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതെ ചാടി കളിക്കല്ലേ, കരച്ചിലിന് വേണ്ടി നിക്കുകയാണ്, പാല് കുടിക്കാൻ വേണ്ടിട്ട് കരച്ചിലിന് വേണ്ടി ഇങ്ങനെ നിക്കുകയാണ് അവള് അല്ലേ. എണീറ്റു അല്ലേ? എവിടെ നോക്കട്ടെ കുഞ്ഞു പിന്നെ. നമുക്ക് പോണ്ടേ? എവിടേക്ക് നോക്കണ്? അവള് ക്യാമറക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ക്യാമറ വീഡിയോ എടുക്കുമ്പോ മിക്കവാറും ക്യാമറയില് വ്ളോഗറാണ് അല്ലേ? ന്യൂ വ്ളോഗർ അല്ലേ? കുഞ്ഞിപ്പണിന്റെ ഒരു ചാനലുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ അല്ലേ? സ്റ്റാർട്ട് ചെയ്ത ശേഷം പറയാം. കാളിപ്പണ്ണേ ഇങ്ങോട്ട് നോക്ക്. പാട്ട് വീട്ടിലുണ്ട് തൊട്ടവാടി തത്തമ്മ. ഏത് പാട്ടാണ് ഇഷ്ടം? ഏതാണ് ഇങ്ങോട്ട് നോക്കൂ. വീട്ടിലുണ്ടൊരു തൊട്ടാവാടി തത്തമ്മ. ഓ എങ്ങനെയാണ് പാട്ട്? ഓ ഏ ഓ ഏ പറയ്. കള്ളക്കുട്ടി ചിരിച്ചു. കള്ളപ്പെണ്ണാണല്ലേ? കള്ളപ്പെണ്ണ് ആണ്. ഓ എന്താണ് ഇതെവിടെ ഒരു കുഞ്ഞു ചേച്ചി രഞ്ജൊരു ചേച്ചി വിളിക്ക്. അഞ്ചാണ് ചേച്ചി എവിടെ? ഫോൺ എന്നെ നോക്കണ്ടേ? വിളിക്ക് വാവന് വിളിക്ക്. ഷെയ്ക്കൻഡാ ആരാ എടുത്തിരിക്കണ്? ആരാണ്? ചിന്നു ചേച്ചിയാ? ഒരു ഉമ്മ കൊടുക്ക്. കവളിലൊരു ഉമ്മ കൊടുക്ക്. അതൊക്കെ പേടിച്ചാ. അപ്പോൾ ഗൈസ് കുഞ്ഞുവാവിനെയും കൊണ്ടുവന്നിട്ടുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ വണ്ടിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ശോഭൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇറക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട് കേട്ടോ. അപ്പോൾ ഈ വീടിൻ്റെ ഹോം ടൂർ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.